ഹായ് സ്റ്റുഡൻസ്, സയൻസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന പോളിടെക്നിക്കിൽ റെഗുലറായിട്ട് അപേക്ഷിച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യവും പോളി അപേക്ഷിച്ച കുട്ടികൾ, അപേക്ഷിച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ, അതുപോലെ തന്നെ പോളി അപേക്ഷിക്കാൻ പറ്റാത്ത കുട്ടികൾ, ഈ മൂന്ന് വിദ്യാർത്ഥികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നത് 10-ാം തീയതി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 17-ാം തീയതിയാണ് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ഡിസ്ട്രിക്ട് വൈസ് കൗൺസിലിങ്ങിന് രജിസ്റ്റർ ചെയ്യേണ്ടത് 17-ാം തീയതി കഴിഞ്ഞതിന് ശേഷം 18-ാം തീയതി മുതൽ നിങ്ങൾക്ക് ജില്ലാ തലത്തിൽ കൗൺസിലിംഗ് ഉണ്ട്. ആ കൗൺസിലിങ്ങിൽ ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട 17-ാം തീയതി മുതൽ 21-ാം തീയതി വരെയാണ്. ഈ ഡിസ്ട്രിക്ട് വൈസിൽ നോഡൽ പോളിടെക്നിക്കുകളിൽ വെച്ച് നടക്കുന്നുണ്ടാകും, ഓരോ ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ടായിരിക്കും. 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ഓരോ ജില്ലയിൽ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലയിലും വെച്ച് ഓരോ നോഡൽ പോളിടെക്നിക്, ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിൽ സെൻട്രൽ പോളിടെക്നിക് വട്ടിയൂർക്കാവ്, കൊല്ലം ജില്ലയിലാണെങ്കിൽ പുനലൂർ പോളിടെക്നിക്, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്, ആലപ്പുഴ, ചേർത്തല, അങ്ങനെ ഓരോ കോളേജുകളിലും ഒരു നോഡൽ പോളിടെക്നിക്കുകളിൽ വെച്ച് ഒരു കൗൺസിലിംഗ് ഉണ്ടായിരിക്കും. അത് ഈ അലോട്ട്മെൻറ്റുകളിൽ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റിൽ വന്നിട്ട് കിട്ടാത്ത കുട്ടികൾക്കും പോളിടെക്നിക്കിൽ അഡ്മിഷൻ എടുത്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടിയില്ല, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറിയെടുക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്കുമാണ് കൗൺസിലിങ്ങിന് പോകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മളൊരു 17-ാം തീയതി നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിലവിൽ ക്ലാസ് തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 29-ാം തീയതി, ജൂലൈ മാസം 29-ാം തീയതി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം മെയിനായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് 2 അലോട്ട്മെൻറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയ ഏത് കോളേജാണോ ആ കോളേജിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ ക്യാൻസലായി പോകും. അപ്പം തേർഡ് അലോട്ട്മെൻറ്റ് ഇല്ല. തേർഡ് അലോട്ട്മെൻറ്റിന് പകരം ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഡിസ്ട്രിക്ട് വൈസിൽ കൗൺസിലിങ്ങിന് പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പോളിടെക്നിക്കിൽ അപേക്ഷിച്ചിട്ട് കിട്ടാത്ത കുട്ടികളുണ്ട്. പോളിടെക്നിക്ക് അപേക്ഷിച്ചിട്ട് കിട്ടാത്ത കുട്ടികളൊട്ടും പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഏകദേശം 60,000-ഓളം കുട്ടികൾ മാത്രമാണ് പോളിടെക്നിക്ക് അപേക്ഷിച്ചിരുന്നത്. പല കുട്ടികൾക്കും ഡിഗ്രിക്ക് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ +2-ന് വിചാരിച്ച സബ്ജക്റ്റോ കിട്ടാത്ത കുട്ടികളുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക്കിൽ അപേക്ഷിക്കുക. ഏറ്റവും പെട്ടെന്ന് ജോലി സാധ്യത ഉള്ള ഒരു കാര്യമാണ് പോളിടെക്നിക്കിൻ്റെ 3 വർഷത്തെ ഡിപ്ലോമ എന്ന് പറയുന്നത്. ഈ ഡിപ്ലോമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഡിപ്ലോമ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിന് പോകാനായിട്ടുള്ള സാധ്യത, ലെറ്റ് വഴി എഞ്ചിനീയറിങ്ങിന് പോകാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വലിയൊരു സാലറിയിലെയും കുറച്ച് സാലറിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടുക. ഈ ഇൻറ്റേൺഷിപ്പൊക്കെ ഉള്ള ഏറ്റവും നല്ല ഒരു കോഴ്സാണ് പോളിടെക്നിക് കോഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ പോളിടെക്നിക്ക് പഠിക്കുന്നുണ്ട്. കേരളത്തിൽ ഏകദേശം 25,000-ഓളം സീറ്റുകൾ കേരളത്തിലെ ഗവൺമെൻറ് എയ്ഡഡ്, അതുപോലെ തന്നെ IHRD, കേപ്പ്, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഉണ്ട്. ഏകദേശം 110-ഓളം പോളിടെക്നിക്ക് കേരളത്തിൽ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ അക്കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കുക വേണ്ട. പോളിടെക്നിക്കിൻ്റെ സബ്ജക്റ്റ് വൈസുള്ള ക്ലാസ്സുകൾ സെം 1-ൻ്റെയും ക്വസ്റ്റ്യൻ ബാങ്ക് ഉൾപ്പെടെ നമ്മുടെ സയൻസ് ടെക്കിൻ്റെ അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ, അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്താൽ പോളിടെക്നിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുകയും ചെയ്യും. കാരണം ഞാനൊരു പോളിടെക്നിക്ക്, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനാണ്. ഞാൻ പോളിടെക്നിക്ക് പഠിച്ച് 5 വർഷത്തോളം ചെയ്യുന്നുണ്ട്. നമ്മൾ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യും. അതുപോലെ പോളിടെക്നിക്കിൻ്റെ ഒരു ലേണിംഗ് ആപ്പാണ് സയൻസ് ടെക് ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ തന്നെ ആൻസർക്ക്, സ്റ്റഡി മെറ്റീരിയൽ ക്ലാസ്സസ് എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആവുകയും ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക് യു.